നമസ്കാരം. ഞാൻ ഡോക്ടർ മൃദുല പരമേശ്വരൻ, തിരുവനന്തപുരം ഗവൺമെൻറ് ദന്തൽ കോളേജിലെ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ആൻഡ് എൻഡോഡോണ്ടിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ടൂത്ത് വെനീറിങ്ങിനെ കുറിച്ചാണ്. വെനീർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാളി പോലെയുള്ള ഒരു ഫില്ലിംഗ് അല്ലെങ്കിൽ ഒരു റെസ്ട്രേഷനാണ് നമ്മൾ വെനീർ എന്ന് പറയുക. പല്ലുകൾക്കിടയിലുള്ള ചെറിയ വിടവുകൾ അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് തിരിഞ്ഞും മറിഞ്ഞും ഇരിക്കുന്ന ചെറിയ റൊട്ടേഷൻ കറക്ഷൻസ് വേണ്ടിയിട്ടുള്ള പല്ലുകൾ, ചെറുതായിട്ട് തിരിഞ്ഞും മറിഞ്ഞും നിരതെറ്റിയും ഒക്കെ ഇരിക്കുന്ന പല്ലുകൾ, പിന്നെ നിറം മങ്ങിയ പല്ലുകൾ അല്ലെങ്കിൽ പല്ലിന് നിറവ്യത്യാസം എന്തെങ്കിലും ട്രോമ കാരണമോ അല്ലെങ്കിൽ ജന്മന തന്നെ നിറവ്യത്യാസമോ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉള്ള പല്ലുകളാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾക്ക് അതിനെ ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് വെനീർ ഉപയോഗിച്ച് ശരിയാക്കാനായിട്ട് സ്മൈൽ കറക്ഷൻ, കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയുടെ ഒരു ഭാഗമായിട്ട് നമ്മളേറെ യൂസ് ചെയ്യുന്ന ഒരു റെസ്ട്രേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫില്ലിംഗ് മെറ്റീരിയലാണ് വെനീർ എന്ന് പറയുന്നത്. അപ്പോൾ വെനീർ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് കോമ്പോസിറ്റ് വെനീറും ഉണ്ട്, സെറാമിക് വെനീഴ്സും ഉണ്ട്. കോമ്പോസിറ്റ് വെനീർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പേഷ്യൻ്റ് നമ്മുടെ ചെയറിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു ഫില്ലിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സാധനമാണ്, ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കോമ്പോസിറ്റ് വെനീർ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പോസിറ്റ് വെനീറിൽ നമ്മൾ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഫില്ലിംഗ് മെറ്റീരിയലാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ വെനീറിൽ നമുക്ക് വളരെ ചെറിയ ടൂത്ത് പ്രിപ്പറേഷനേ വരുന്നുള്ളൂ. അതായത് വളരെ ചെറിയ ഒരു ലെയർ ഓഫ് ഇനാമൽ മാത്രം നമ്മൾ പല്ലിൻ്റെ കാണുന്ന ഭാഗത്തു നിന്ന് മാറ്റിയിട്ട് അവിടെയാണ് പുതിയ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ പല്ലിൻ്റെ ആകൃതിയിലേക്ക് ആക്കി എടുക്കുന്നത്. അപ്പോൾ ചെറിയ വിടവുകളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ തന്നെ നമുക്ക് അടയ്ക്കാനായിട്ട് പറ്റും. ചെറുതായിട്ട് തിരിഞ്ഞും മറിഞ്ഞും ഇരിക്കുന്ന പല്ലുകളാണെങ്കിൽ കൂടി അത് നമ്മൾക്ക് വെനീറിൻ്റെ സഹായത്തോടു കൂടി അടയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്രൗൺ ഇടുന്നത് അത്രയും പല്ലിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ട, ചെറുതാക്കേണ്ട ആവശ്യമില്ല. പ്രിപ്പറേഷൻ വളരെ കുറവാണ്. ഇനാമലിൽ മാത്രമായിട്ട് നമ്മൾക്ക് പ്രിപ്പയർ ചെയ്താൽ മതിയാകും വെനീറിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ചെറിയ കുട്ടികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോമ്പോസിറ്റ് വെനീറിങ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് സെറാമിക് വെനീറിങ്ങിനെക്കാട്ടിലും. ഇത് കുറച്ചും കൂടി ചിലവ് കുറവാണ്. അന്ന് തന്നെ നമ്മൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ചെറിയൊരു ലെയർ ഓഫ് ടൂത്ത് മെറ്റീരിയൽ നമ്മൾ പല്ലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് പല്ലിൻ്റെ ആകൃതിയിൽ വെച്ച് പോളിഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് വെനീറിങ്ങിൽ, കോമ്പോസിറ്റ് വെനീറിങ്ങിൽ. സെറാമിക് വെനീർ എന്ന് പറയുമ്പോൾ ഇവിടെയും നമ്മൾ വളരെ ചെറിയ രീതിയിലുള്ള ഒരു 0.5 മില്ലിമീറ്ററിനെക്കാട്ടിലും കുറച്ച് മെറ്റീരിയൽ മാത്രമേ നമ്മൾ ടൂത്ത് സ്ട്രക്ചർ റിമൂവ് ചെയ്യുന്നുള്ളൂ പല്ലിൻ്റെ കാണുന്ന ഭാഗത്തുനിന്ന്. ഇനാമലിന് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഇംപ്രഷൻ എടുക്കുക, അതായത് പല്ലിൻ്റെ ഒരു അളവെടുക്കുകയാണ് ചെയ്യുക. അളവെടുത്തതിന് ശേഷം അത് നമ്മൾ ഒരു ലാബിൽ കൊടുത്ത് അതിനെ സെറാമിക് ഉപയോഗിച്ച് മാനുഫാക്ചർ ചെയ്ത് ഉണ്ടാക്കി എടുത്ത് അതിനെ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത ടൂത്തിലേക്ക് ഒട്ടിച്ചു വെക്കുന്ന പ്രൊസീജിയറിനാണ് സെറാമിക് വെനീറിങ് എന്ന് പറയുന്നത്. ഇത് വളരെ അർത്ഥസുതാര്യമായ, വളരെ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഒരു നേർത്ത സെറാമിക് പാളിയാണ്. ഇത് പല്ലുമായിട്ട് ബോണ്ട് ആയിക്കഴിഞ്ഞാൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ സെറാമിക് വെനീറിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമ്പോസിറ്റ് വെനീറിങ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ കറ പിടിക്കാനും അല്ലെങ്കിൽ നിറം മങ്ങാനും ഒക്കെ സാധ്യതയുണ്ട്. സൈഡിൽ കൂടി ചിലപ്പോൾ പൊട്ടിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം സെറാമിക് വെനീർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഡ്യൂറബിളാണ്. ഒത്തിരി നാൾ നമ്മൾക്ക് അതുപോലെ തന്നെ നിൽക്കും. നിറം മങ്ങാൻ സാധ്യതയില്ല, പൊട്ടിപ്പോകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പക്ഷേ കോമ്പോസിറ്റ് വെനീറിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെറാമിക് വെനീറിങ് കുറച്ചും കൂടി ചിലവേറിയ ചികിത്സാ രീതിയാണ്. അപ്പം ഇത് ഉപയോഗിച്ച് നമ്മൾക്ക് പേഷ്യൻ്റെ സ്മൈൽ കറക്ഷൻ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. പേഷ്യൻ്റ് രോഗി എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള സ്മൈൽ കറക്ഷൻ നമുക്ക് സെറാമിക് വെനീർ ഉപയോഗിച്ച് പേഷ്യൻ്റെ പ്രീ ആൻഡ് പോസ്റ്റ് ഫോട്ടോഗ്രാഫ്സ് എല്ലാം വെച്ച് അവരെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്തതിന് ശേഷം ഇത് എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ രീതിയിൽ തന്നെ നമുക്ക് സെറാമിക് വെനീഴ്സ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ മിനിമൽ പ്രിപ്പറേഷനിൽ തന്നെ പേഷ്യൻ്റ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ഒരു പുഞ്ചിരി അവർക്ക് കൊടുക്കാനായിട്ട് കഴിയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് വെനീറിങ്. താങ്ക് യു.